ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് രാജ്. ഞാൻ ഇന്നാളൊരു അസോസിയേഷൻ്റെ ഒരു വിനോദയാത്രയാണ്. ഒറ്റ ദിവസമുള്ളൂ കേട്ടോ. കോതമംഗലം അതിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് അഭയാരണ്യം എക്കോ ടൂറിസത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരു കോതമംഗലത്ത് നിന്ന് ഏകദേശം ഒരു 25-27 കിലോമീറ്റർ ദൂരെയാണ് ഈ അഭയാരണ്യം. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. മുതിർന്ന ആൾക്ക്, കുട്ടികൾക്ക് 5 മുതൽ 12 വയസ്സ് വരെ 10 രൂപ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു കുറേ സസ്യങ്ങളുടെ ഒരു ഗാർഡൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈസിൻ്റെ ഗാർഡൻ ഉണ്ട്. നമ്മൾ രാവിലെ ആയതുകൊണ്ട് ബട്ടർഫ്ലൈനൊന്നും കാര്യമായിട്ട് കണ്ടില്ല. ക്ലൈമറ്റും ചിലപ്പോൾ പ്രശ്നമായിരിക്കാം. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കാരണം ഒരു ദിവസം ടൂറിൽ മിക്കവാറും ആൾക്കാർ തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അവിടെ വണ്ടിയിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്ന് ഫുഡ് നമുക്ക് വേസ്റ്റ് നമുക്ക് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കഴിക്കാനും അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ മേജറായിട്ടുള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപേക്ഷിക്കപ്പെട്ട വൈൽഡ് ആനിമൽസ് അവരുടെ ഒരു താവളമാണിത്. ഇപ്പോൾ ചില സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ചില കാട്ടിൽ നിന്ന് കൂട്ടം തെറ്റിയ ആനക്കുട്ടിയോ അല്ലെങ്കിൽ കുഴിയിൽപ്പെട്ട് ആനക്കൂട്ട് ഉപേക്ഷിച്ച് പോയ ആനയോ അങ്ങനെ അല്ലെങ്കിൽ മാനോ, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലും വളർത്തുന്നത്. നേരത്തെ ആന പരിപാലന കേന്ദ്രം കോടനാട് ഇപ്പോൾ ഉള്ളത് ഇവിടെയായിരുന്നു, അതങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പോലെ തന്നെ ചുറ്റും മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നഗരത്തിൽ ചൂടിൽ നിന്നൊരു മോചനമായി. ഒരു 9-9:30 മണിയായിട്ട് നമുക്ക് ചൂട് കിട്ടുന്നതിന് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മാനുകളുടെ ഒരു പാർക്കിലോട്ടാണ്. അപ്പോൾ ഇവിടെ കിടങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാൻ ചാടി പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. മാനുകൾ ആൾക്കാരെ കണ്ടുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അടുത്തോട്ട് വരുന്നില്ല. അത് ഈ കിടങ്ങിൻ്റെ വേറൊരു വശത്ത് പോയി നിൽക്കുകയും ചെയ്യുന്നത്. പിന്നെ മാനുകളൊക്കെ പണ്ട് ഹിൽ പാലസിലും വളർത്തിയിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇത് പെരുകുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഈ മാനിൻ്റെ നേരെ എതിർവശത്താണ് നമ്മുടെ സാമ്പാർ ഡിയർ. നമ്മൾ വലിയ ഈ സാധാരണ മാനിൽ നിന്ന്, പുള്ളിമാനിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കൊമ്പുകളുള്ള കലമാൻ. അപ്പോൾ അത് എണ്ണത്തിൽ പുള്ളി ഈ ചെറിയ മാൻ്റെ അത്ര ഇല്ലെങ്കിലും അതുകൊണ്ട് 10-20 അവിടെ കണ്ടു. അവിടെ ഇതൊരു ഫ്രണ്ടിൽ കിടങ്ങുണ്ട്. പൊതുവേ ഈ മാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ആകെ വയലൻ്റ് ആവും. അപ്പോൾ ഇവിടെ ഈ വരുന്ന കുട്ടികളും ആൾക്കാരും, നമ്മൾക്ക് പ്രത്യേകിച്ച് നമുക്കങ്ങനത്തെ ഒരു സ്ഥലകാല ബോധം കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അവരുടെ ഒരു കാം അറ്റ്മോസ്ഫിയറാണ് നമ്മൾ തകർക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആനയുടെ പരിപാലന കേന്ദ്രത്തിലോട്ടാണ്. ഇവിടെ ഇപ്പോൾ 7 ആനയാണ് ഉള്ളത്. എലിഫൻ്റ് ക്യാമ്പ് എന്നാണ് അവരതിനെ പറയുന്നത് തന്നെ. ഓരോ ആനയുടെയും, ഇവിടെയുള്ള ആനയുടെ പ്രായം, എവിടെ നിന്ന് കിട്ടി, അത് ചെറിയൊരു ചരിത്രം അവരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. കൊമ്പനാണോ, പിടിയാണോ, പ്രായം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ചില ആൾക്കാർ വെറുതെ നോക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് വായിച്ചിട്ട് പോയി നമുക്ക് കാണുന്നതിന് മുമ്പ് ഒരു ഏകദേശം രൂപം ഉണ്ടാവും, നമ്മളെന്താണ് കാണുന്നത്, ഈ ആന എവിടെ നിന്ന് വന്നതാണ്, എങ്ങനെ. ഞങ്ങൾ വരുന്നത് മെയ് 1-ാം തീയതി അവധി ദിവസം വരുന്നു 2024. തലേ ദിവസം 30-ാം തീയതി ഇവിടുത്തെ ഒരു ആന ഇവിടുന്ന് അത്യാവശ്യത്തിന് കുങ്കിയായിട്ട് കൊണ്ടുപോയതാണ് കോന്നിയിലോട്ട്. പക്ഷെ തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, അവർ കൊടുത്തില്ല. അവൻ 25 വയസ്സായിരുന്നു, ഇന്നലെ ചരിഞ്ഞു. അവരെത്രത്തോളം അറ്റാച്ച്ഡ് ആണെന്നാണ് അവൻ്റെ ഫ്ലെക്സ് വെച്ച്, അവർ പൂക്കളൊക്കെ ഇട്ട് അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആൾക്കാരുടെ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു, എത്രത്തോളം അവൻ ആയിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നുള്ളത്. ഇത് പണ്ട് കാലത്ത്, ഇപ്പോൾ ആനയെ പിടിക്കാൻ പാടില്ല, പണ്ട് ഈ കാട്ടിൽ കുഴി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ, വലിയ കുഴി ഉണ്ടാക്കിയിട്ട് മുകളിൽ ഈ മരച്ചില്ലകളും അതുപോലെ കരിമ്പ് ഇതൊക്കെ വെച്ച് മൂടി ആനേനെ വീഴ്ത്തി, പിന്നെ ആനേനെ ട്രെയിൻ ചെയ്ത് വലിച്ച് കയറ്റി നാട്ടിൽ കൊണ്ടുവന്ന് ഇണക്കി നാട്ടാനാക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൂടുതലും ബീഹാറിൽ നിന്നൊക്കെയാണ് ആനേനെ നമ്മൾ ഉത്സവത്തിനൊക്കെ നമ്മൾ ആന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആ ആനയുടെ ഫ്ലെക്സ് വച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാക്കുകളും നീരസം ഉണ്ടായിരുന്നു. അവനെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ എത്രയും പെട്ടെന്ന് ലോകം വിട്ട് പോകില്ലായിരുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ഇവിടെ ആനകളെ ഇവർ കുളിപ്പിച്ച ശേഷം, നമുക്ക് മനുഷ്യർക്ക് തന്നെ ചൂടറിയില്ല, എന്നാൽ ആനയെ നന്നായിട്ട് അവർ കുളിപ്പിച്ച ശേഷം അവർ മരുന്നുകൾ ചേർന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയത്. 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇത്തിരി അങ്ങോട്ട് നടക്കണം. ഈ പീലാണ്ടി ചന്ദ്രു എന്ന് പറഞ്ഞ 46 വയസ്സുള്ള ആനേൻ്റെ അടുത്തുണ്ട്. ഒരു 400 മീറ്റർ നടക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആനകൾ കഴിഞ്ഞു. അപ്പോൾ ആൾക്കാർ യൂട്യൂബിനെക്കാളും നടക്കണോ, ഞങ്ങൾ തീരുമാനിച്ച് പോകാം. കാരണം നമ്മൾ ഇവിടം വരെ വന്നിട്ട് അവനെ മാത്രം കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. നമ്മളിവിടെ എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കരുത്, കയ്യിൽ കരുതിയാൽ തന്നെ തിരിച്ചു കൊണ്ടുപോകണം. പിന്നെ ഈ മരങ്ങൾ ഒന്നും പറയേണ്ടത്, നമുക്ക് വളരെ ആശ്വാസം വരുന്നു. ഇതാണ് 46 വയസ്സുള്ള പീലാടി ചന്ദ്രു. ഇവനെ നിലമ്പൂരില്ല, ഇവനെ മണ്ണാർക്കാട് കാട്ടിൽ നിന്നാണ് ഇവനെ കിട്ടിയെന്നാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ ആനേനെ ഈ മതപ്പാട്ടുള്ള സമയത്ത് പൂട്ടിയിടുന്ന മരത്തിൻ്റെ കൂടുകളുണ്ട്. ആൾ ഇത്തിരി ശല്യക്കാരനായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ പോകുന്നത് ഒരു കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. അവിടെ പോകുമ്പോൾ ട്രീ ഹൗസ് ഉണ്ട്, അവിടെ കയറി ഫോട്ടോ എടുക്കാം. കുട്ടികളുടെ പാർക്കിൽ ഊഞ്ഞാൽ, അതിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം ചേർന്നാണ് പെരിയാർ ഒഴുകുന്നത്. അവിടെയാണ് ആനകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം പോയി കാണുക, ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ട്. കൂട്ടത്തിൽ മറ്റുള്ള പാനയിൽ പോരും, അയ്യപ്പൻ മുടിയും ഒക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.